സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ. ദൈവകരുണയുടെ മനുഷ്യരൂപമായി കരുതപ്പെടുന്ന വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയാക്കി മാറ്റിയ ഒരു ദൈവമനുഷ്യനാണ്. ജനനം മുതൽ മരണം വരെയുള്ള വിശുദ്ധൻ്റെ സംഭവബഹുലമായ ജീവിതകഥ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഫ്രാൻസിലെ പൂയി ഗ്രാമത്തിൽ പാവപ്പെട്ട കർഷക ദമ്പതികൾക്ക് ജനിച്ച 6 മക്കളിൽ മൂന്നാമനായിരുന്നു വിൻസെൻ്റ്. കുട്ടിക്കാലത്ത് വയലുകളിൽ പണി ചെയ്തും കന്നുകാലികളെ പരിപാലിച്ചും അവൻ വളർന്നു. ചെറുപ്പം മുതൽ വിൻസെൻ്റിന് ആഴമായ ദൈവഭക്തി ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ അവൻ ലജ്ജിതനായിരുന്നു. ദരിദ്രനും മുടന്തനുമായിരുന്ന തൻ്റെ പിതാവിനെ അംഗീകരിക്കാൻ തനിക്ക് സാധിച്ചിരുന്നില്ല എന്ന് വിശുദ്ധൻ പിന്നീട് ലജ്ജാപൂർവം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ നല്ല ബുദ്ധിശക്തിയുണ്ടായിരുന്ന തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി വിൻസെൻ്റിൻ്റെ പിതാവ് ഒരു ജോഡി കാളകളെ വിൽക്കുകയുണ്ടായി. മകനെ വൈദികനായി കാണാൻ സാധിക്കാതെ 1598 പിതാവ് മരിച്ചു. 2 വർഷത്തിനു ശേഷം 1600 വിൻസെൻ്റ് പുരോഹിതനായി. 1604 ദൈവശാസ്ത്രത്തിലും സഭാനിയമത്തിലും അദ്ദേഹം ഉപരിപഠനം പൂർത്തിയാക്കി. 1606 ഒരു കപ്പൽ യാത്രയ്ക്കിടെ തുർക്കികളായ കടൽ കൊള്ളക്കാർ കപ്പൽ ആക്രമിക്കുകയും കപ്പലിലുണ്ടായിരുന്നവരെ അടിമകളായി പിടിക്കുകയും ചെയ്തു. അവരെ ആഫ്രിക്കൻ തുറമുഖമായ ട്യൂണീസിലെത്തിക്കുകയും മൃഗങ്ങളെപ്പോലെ കരുതി അപമാനിച്ച് വിൽക്കുകയും ചെയ്തു. 2 വർഷത്തിനിടെ ഫാദർ വിൻസെൻ്റിനെ പലതവണ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. മുസ്ലിം ആയി മാറിയ ഒരു ഫ്രാൻസിസ്കൻ വൈദികനാണ് അദ്ദേഹത്തെ അവസാനം വാങ്ങിയത്. സ്വതന്ത്രനാകാൻ വേണ്ടി അയാൾ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കുകയായിരുന്നു. വിൻസെൻ്റിൻ്റെ പ്രേരണയാൽ അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരികയും അവർ ഒരുമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. 1607 അവർ തെക്കൻ ഫ്രാൻസിലെത്തി. മുസ്ലിമായി മാറിയിരുന്ന ആ മനുഷ്യൻ അവിഞ്ഞോണിലെത്തി പേപ്പൽ പ്രതിനിധിയിൽ നിന്ന് പരസ്യമായി പാപമോചനം നേടിയ ശേഷം ആശ്രമജീവിതം നയിച്ചു. വിൻസെൻ്റ് അച്ഛൻ പേപ്പൽ പ്രതിനിധിയോടൊപ്പം റോമിലെത്തി അവിടെ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞു. 1608 പാരീസിലെത്തിയ വിൻസെൻ്റ് അച്ഛൻ മാർഗരറ്റ് വലോയി രാജ്ഞിയുടെ ചാപ്ലൈനായി നിയമിതനായി. രാജാവിന് വേണ്ടി ദരിദ്രരെ സഹായിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല. കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കുമായി അദ്ദേഹം ചിലവഴിച്ചു. അടിമത്ത ജീവിതം വിൻസെൻ്റ് അച്ഛൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിരുന്നു. സമ്പൂർണമായ പരിത്യാഗത്തിൻ്റെ ഒരഭിഷേകത്തിലേക്ക് വിൻസെൻ്റ് അച്ഛനെ ദൈവം നയിച്ചു. ലോകത്തിൻ്റെ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. രാജ്ഞിയുടെ ചാപ്ലൈനായി ജോലി ചെയ്തിരുന്ന സമയത്ത് വിൻസെൻ്റ് അച്ഛൻ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ കൊട്ടാരത്തിലെ ഒരു ജഡ്ജിയും താമസിച്ചിരുന്നു. ഒരിക്കൽ ജഡ്ജിയുടെ മുറിയിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെട്ടു. വിൻസെൻ്റ് അച്ഛനാണ് അത് എടുത്തതെന്ന് ജഡ്ജി പരസ്യമായി കുറ്റാരോപണം നടത്തി. വിൻസെൻ്റ് അച്ഛനെ കപടഭക്തനും കള്ളനും വഞ്ചകനെന്നും പറഞ്ഞ് പരിഹസിച്ചു. 6 മാസത്തിന് ശേഷം യഥാർത്ഥ കള്ളൻ പിടിക്കപ്പെട്ടപ്പോഴാണ് വിൻസെൻ്റ് അച്ഛൻ്റെ സത്യസന്ധത ഏവർക്കും മനസ്സിലായത്. സഹനങ്ങളിലൂടെ ദൈവം അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു. ഒരിക്കൽ വിൻസെൻ്റ് അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു വൈദികൻ കഠിനമായ പൈശാചിക പീഡകൾക്കും വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങൾക്കും ഇരയായി. വിൻസെൻ്റ് അച്ഛൻ്റെ പ്രാർത്ഥനകളൊന്നും ഫലം കണ്ടില്ല. അവസാനം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, സ്നേഹത്തിൻ്റെ പ്രലോഭനങ്ങൾ എനിക്ക് തരിക, അദ്ദേഹത്തെ മോചിപ്പിക്കുക. വൈദിക സുഹൃത്ത് വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് സമാധാനത്തോടെ മരിച്ചു. എന്നാൽ ഉഗ്രമായ പ്രലോഭനങ്ങളാണ് വിൻസെൻ്റ് അച്ഛന് നേരിടേണ്ടി വന്നത്. പ്രലോഭനങ്ങളെ നേരിടാൻ അദ്ദേഹം വിശ്വാസപ്രമാണം എഴുതി എപ്പോഴും നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തും എന്ന് പ്രതിജ്ഞ ചെയ്തതോടെ പ്രലോഭനം
അവസാനിച്ചു. ഫ്രാൻസിലെ സമ്പന്നരും ഉദാരമതികളുമായ ഗോണ്ട കുടുംബത്തിൻ്റെ സഹായകനായി ഫാദർ വിൻസെൻ്റ് പ്രവർത്തിച്ചു. 1617 ആ കുടുംബത്തിൻ്റെ ചാപ്പളയിനായും കുട്ടികളുടെ അധ്യാപകനായും അദ്ദേഹം നിയമിതനായി. ഗോണ്ടി പ്രഭയുടെ നിർദ്ദേശപ്രകാരം ആ മഹതിയുടെ ആത്മീയ പിതാവായും വിൻസെൻ്റ് അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ഗോണ്ടി കുടുംബത്തിൻ്റെ അധികാരപരിധിയിലുള്ള ഗ്രാമീണ ജനങ്ങൾക്ക് അദ്ദേഹം വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തു. ആ കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്ന തടവുകാർക്ക് വേണ്ടി വിൻസെൻ്റ് അച്ഛൻ ധ്യാന പ്രസംഗങ്ങൾ നടത്തുകയും കൂദാശകൾ പരികർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. ജനങ്ങളോടൊപ്പം താമസിച്ചുകൊണ്ട് ദരിദ്രർക്കായി ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വിൻസെൻ്റ് അച്ഛനെ ലിയോൺസ് രൂപതയിലെ ഷാത്തിയോൺ ഇടവകയിൽ സേവനത്തിനായി നിയോഗിച്ചു. അവിടെ വെച്ച് രോഗികളും ദരിദ്രരുമായവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ച് ഉപവി സംഘം രൂപീകരിച്ചു. ഉപവി പ്രവർത്തനത്തോടൊപ്പം അംഗങ്ങളുടെ ആത്മീയ പുരോഗതിക്കും ഉപവി സംഘം പ്രാധാന്യം നൽകി. 1620 പുരുഷന്മാർക്ക് വേണ്ടിയും ഇപ്രകാരം ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. ഫ്രാൻസിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സംഘടന പ്രവർത്തനങ്ങൾ വളരെ വേഗം വ്യാപിച്ചു. ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്കിടയിലേക്കും വിൻസെൻ്റ് അച്ഛൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖവുമായി എത്തി. അവർക്ക് വേണ്ടി അദ്ദേഹം അൽമായരെ ഉൾപ്പെടുത്തി ഒരു ശുശ്രൂഷ സംഘം രൂപീകരിച്ചു. 1618 വിൻസെൻ്റ് ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസുമായി പരിചയപ്പെടുന്നത്. സാലസ് പുണ്യവാൻ സ്ഥാപിച്ച വിസിറ്റേഷൻ സഭയുടെ സഹസ്ഥാപകയായ വിശുദ്ധ മദർ ഷന്താലിനെയും വിൻസെൻ്റ് അച്ഛൻ കണ്ടുമുട്ടി. ഈ 3 വിശുദ്ധാത്മാക്കളും തമ്മിൽ ആഴമായ ആത്മീയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ മരണശേഷം വിസിറ്റേഷൻ സഭയുടെ ആത്മീയ പിതാവായി പ്രവർത്തിച്ചത് വിൻസെൻ്റ് അച്ഛനാണ്. 1624 കുടിയേറ്റക്കാരും ആശ്രിതരുമായ വിജാതിയരുടെ ഇടയിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗോണ്ടി പ്രഫി 4000 പവൻ വിൻസെൻ്റ് അച്ഛനെ ഏൽപ്പിച്ചു. തുടർന്ന് വിൻസെൻ്റ് അച്ഛൻ തീഷ്ണതയും ജ്ഞാനവും നിറഞ്ഞ 6 വൈദികരുടെ ഒരു മിഷൻ സംഘം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. 1633 ഈ മിഷൻ സംഘത്തിന് ഉർബൻ 8-ാമൻ പാപ്പായിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. ദാനമായി ലഭിച്ച 120 ഏക്കർ സ്ഥലത്തുള്ള സെൻറ്റ് ലാസർ ഭവനത്തിൽ മിഷണറി സംഘം പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ആ വൈദിക സമൂഹത്തിന് ലാസറിസ്റ്റ് ഫാദേഴ്സ് എന്ന് പേരുണ്ടായി. 2-3 ലാസറിസ്റ്റ് മിഷണറിമാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി നടന്ന് വചനം പ്രഘോഷിക്കുകയും കൂദാശകൾ പരികർമ്മം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. 35 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ലാസറിസ്റ്റ് സഭയിൽ 400-ലധികം വൈദികരും അനേകം ആത്മായ പ്രേക്ഷിതരുമുണ്ടായി. ഫാദർ വിൻസെൻറ്റിൻ്റെ ഉപവി പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കെ ലൂയിസ് മേരി ലൈക്ക് എന്ന ധീരയായ വിശുദ്ധ സ്ത്രീയെ അദ്ദേഹം പരിചയപ്പെട്ടു. വിൻസെൻ്റ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന സഹായിയായി ലൂയിസ് മേരി ലൈക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്ന് ഉപവിയുടെ സമൂഹം എന്ന അൽമായ സന്യാസ സമൂഹം രൂപീകരിച്ചു. അത് പിന്നീട് ഉപവിയുടെ മക്കൾ എന്ന സന്യാസിനി സമൂഹമായി മാറി. ആശുപത്രികളിലെ രോഗികളുടെ ആത്മീയ ശുശ്രൂഷകൾക്കായി 1634 വിൻസെൻ്റ് അച്ഛൻ പരസ്നേഹ വനിതകൾ എന്ന വനിതാ സഖ്യത്തിന് രൂപം നൽകി. വിൻസെൻ്റ് അച്ഛൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീകൾ ആരംഭിച്ച ദൈവപരിപാലനയുടെ പുത്രിമാർ, കുരിശിൻ്റെ പുത്രിമാർ എന്നീ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അദ്ദേഹം എല്ലാ സഹകരണങ്ങളും നൽകി. അങ്ങനെ ഉപവി പ്രവർത്തനങ്ങൾക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തന ശൃംഖലയ്ക്കാണ് വിൻസെൻ്റ് അച്ഛൻ നേതൃത്വം നൽകിയത്. 1618 മുതൽ 1648 വരെ 2 ചേരികളിലായി തിരിഞ്ഞ് യൂറോപ്പിൽ നടന്ന യുദ്ധകാലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഫ്രാൻസിൽ രോഗത്താലും ദാരിദ്ര്യത്താലും മരിച്ചത്. ആ കാലത്ത് ഫാദർ വിൻസെൻറ്റും സഹപ്രവർത്തകരെ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. 70 വയസ്സായതോടെ വിൻസെൻ്റ് അച്ഛൻ കഠിനാധ്വാനത്താൽ ക്ഷീണിതനായി. രോഗബാധിതനായി വിൻസെൻ്റ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: സഹോദരി രോഗമേ വരിക, നീ ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നിനക്കെപ്പോഴും സ്വാഗതം. 1660 സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് യാത്രയായി.
1737 ജൂൺ 16 ക്ലെമൻ്റ് 12 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.